ചോറിൻ്റെ കൂടെ കറികൾ എത്ര വേണേലും ആകാം. എന്നാൽ ഒരു കറിയുമില്ലാതെ ഇതൊരു ഒഴിച്ചു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴുത്ത് വരെ കഴിക്കാം. കറികൾ എത്ര ഉണ്ടെങ്കിലും നമുക്കൊരു ഒഴിച്ചു കറി ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റില്ല. പാത്രം നിറയെ കറികളുണ്ടെങ്കിലും കറികൾ ഒട്ടും ഇല്ലെങ്കിലും ഈ ഒരു ഒഴിച്ചു കറി ചോറിൻ്റെ മീതെ വേണം. എന്നാലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചോറിൽ ഒഴിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി തൈര് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത്. നമുക്ക് ഈ കറി മാത്രം മതി, ചോറ് എത്ര വേണേലും കഴിക്കാം. അപ്പോൾ ഈ തൈര് കറി എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ തൈര് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 200 ഗ്രാം കോവക്കയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടറ്റവും കളഞ്ഞതിന് ശേഷം നടുവേ ഒന്ന് കട്ട് ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ ചരിച്ച് അരിഞ്ഞെടുക്കണം. ഞാനിത് ഇങ്ങനെ അരിഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾക്കും ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. നല്ല ഇളയ കോവക്കയാണ് കേട്ടോ ഇതിന് നല്ലത്. അപ്പം ഞാൻ ആ കോവക്കയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴിവെള്ള പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കാം. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ചേർത്ത് കൊടുക്കാം. ഒന്നും നല്ലതുപോലെ മസാലയുമായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇത് നല്ല പാകത്തിന് വഴന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് വേപ്പില ചേർക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. അത് ഞാനിപ്പോൾ ചേർക്കണം കേട്ടോ. ഇത് ആദ്യമേ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചൂടായി കഴിയുമ്പോൾ സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വേപ്പില ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഈ കോവക്ക കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. കോവക്ക കഷ്ണങ്ങൾ പാകമായൊന്ന് ഒരു കഷ്ണം എടുത്ത് കടിച്ച് നോക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. കട്ട ഉടച്ച തൈരാണ് ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്ററാണ് ചേർത്തത്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉരുക്കിയ ശർക്കര ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ പൊടിച്ച ശർക്കരയോ ചേർക്കാം. എൻ്റെ കയ്യിൽ ശർക്കര പാനിയാണ് ഉണ്ടായത്, അതുകൊണ്ട് അതാണ് ചേർത്തത്. കുറച്ചുകൂടി കൂടുതൽ മധുരം ടേസ്റ്റായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്താൽ മതി. തൈര് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും. സൂപ്പർ ടേസ്റ്റുള്ള ഒരു തൈര് കറിയാണിത്. കോവക്ക വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്